ആദ്യം കണ്ടപ്പോൾ ഞങ്ങളെ തീരെ കാണാത്ത പോലെ പെരുമാറി. ഇപ്പോൾ മുമ്പ് ഞങ്ങൾ വന്ന് സലാം പറഞ്ഞ വിവരേ ഇല്ലാത്തതുപോലെ പെരുമാറി. മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു നമ്മൾ മനസ്സിലാക്കണം, ആരായി മനുഷ്യൻ എന്നറിയോ? അന്ന് മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഭരിച്ച ഭരണാധികാരിയാണ്. ആ സമയത്ത് ലോക ചരിത്രത്തിൽ ഇത്തരം ഒരു സൽത്തനത്തിൽ ലോക ചരിത്രത്തിൽ അന്നില്ല, അന്നല്ല പിന്നെ ഇല്ല. അങ്ങനെയാണ് മഹാനായ സയ്യിദുനാ ഉമർ. മൊറോക്കോ മുതൽ യൂറോപ്പിലെ സൈപ്രസ് വരെ അന്ന് ബഹുമാനപ്പെട്ട ഉമറിൻ്റെ കയ്യിലാണ്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. ചിന്തിക്കുക, വളരെ ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. വീട്ടിൽ പട്ടിണിയായി വിഷമമായി സഹാബികൾ ഖജനാവ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. സഹാബികൾ ഖജനാവ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അവസാനം നിർബന്ധിച്ചപ്പോൾ ഉച്ചഭക്ഷണത്തിനും രാത്രി ഭക്ഷണത്തിനും 2 നേരത്തിന് മാത്രം അത്യാവശ്യമുള്ളത് സഹാബികൾ അടിച്ചേൽപ്പിച്ചു ഉമറിന്റെ മേൽ. അന്നും മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഭരണാധികാരിയാണ് സയ്യിദുനാ ഉമർ. ഉറക്കെ പറ, സയ്യിദുനാ ഉമർ എന്ത് ചെയ്തു? 4 ദിർഹമിന് വേണ്ടി 4 വെള്ളി നാണയങ്ങൾ ആവശ്യമായി വന്നു. മകനെ പറഞ്ഞയച്ചു. നേരെ ബൈത്തുൽ മാൽ സൂക്ഷിക്കുന്ന ആളടുത്തേക്ക് 4 ദിർഹം കടത്തിന് വേണ്ടി പറഞ്ഞയച്ചു. മാസാവസാനം തരാം, മാസാവസാനം ഞാൻ തന്നുകൊള്ളാം, എനിക്ക് 4 ദിർഹം കടം വേണം ബൈത്തുൽ മാലിൽ നിന്ന്. ആരെ പറഞ്ഞേക്കണേ? ഭരണാധികാരി. ബൈത്തുൽ മാൽ സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരൻ്റെ അടുത്തേക്ക് 4 ദിർഹമിന് പറഞ്ഞയച്ചു സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. അത് മാസാവസാനം തന്നോളാം എന്ന് പറഞ്ഞു. കത്ത് കൊടുത്തയച്ചു മകൻ്റെ കയ്യിൽ. മകൻ്റെ കയ്യിൽ കത്ത് കൊടുക്കാൻ കാരണം എന്താ? മകൻ്റെ വസ്ത്രം പിന്നിയപ്പോൾ മകൻ്റെ കൂട്ടുകാർ കളിയാക്കി. ഇബ്നു ഉമറിൻ്റെ വസ്ത്രം പിന്നിപ്പോയിരുന്നു. അപ്പോൾ ആ കൂട്ടുകാർ കളിയാക്കിയപ്പോൾ ആ ഒരു പുതുവസ്ത്രം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് 4 ദിർഹമിന് വേണ്ടി പറഞ്ഞയച്ചു. ആ 4 ദിർഹമിന് വേണ്ടി ഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അയാൾ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ എഴുതി, ഉമറേ, നിങ്ങൾ തന്നെ എന്നെ ഏൽപ്പിച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പണം എടുക്കാൻ നിർവാഹമില്ല ഖജനാവിൽ നിന്ന്. കാരണം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് ജാമ്യക്കാരനില്ലാതെ ഒരാൾക്കും പണം കൊടുക്കാൻ പാടില്ല എന്നതാണ്. നിങ്ങൾ ഇതിൽ ജാമ്യക്കാരനെ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ജാമ്യക്കാരനില്ലാത്ത ഒരാൾക്ക് പണം തരാൻ നിർവാഹമില്ല. പിന്നെ രണ്ടാമതായി പിന്നെ നിങ്ങൾ പറഞ്ഞത് ഇത് മാസാവസാനം നിങ്ങൾ കടം വീട്ടുമെന്നാണ്. മാസാവസാനം വരെ നിങ്ങൾ ജീവിക്കുമെന്നതിനുള്ള ലക്ഷ്യവും നിങ്ങൾ ഇതിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ 2 നിലക്ക് ആലോചിച്ച് നോക്കിയാലും ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പണം തരാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞു. ഖാസിന് മാലിക് ബൈത്തുൽ മാലിനെ സൂക്ഷിപ്പുകാരൻ തിരിച്ചയച്ചു. ഉമർ ഇത് കിട്ടിയപ്പോൾ പൊട്ടിക്കരഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇങ്ങനത്തെ ആളുകൾ എൻ്റെ ഖജനാവിൻ സൂക്ഷിപ്പുകാരായാൽ എൻ്റെ നാട്ടിൽ പിഴവുണ്ടാവില്ല എന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്, റെസ്റ്റ് ഹൗസിലെ ചട്നിയിലിട്ട ഉപ്പ് കൂടിപ്പോയതിൻ്റെ പേരിലാണ് ഉദ്യോഗസ്ഥന്മാർ ഈ കേരളത്തിൽ ഒരിക്കൽ ഒരു മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പിരിച്ചുവിട്ടിട്ടുള്ളത്. ഈ കേരളത്തിൽ പ്രബുദ്ധ കേരളം, സാംസ്കാരിക കേരളം, വിദ്യാഭ്യാസ കേരളം, സാംസ്കാരിക പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ ഇന്ന് വിളിച്ചു പറയുന്ന കേരളത്തിൽ ചട്നിയുടെ ഉപ്പ് കൂടിയതിൻ്റെ പേരിൽ റെസ്റ്റ് ഹൗസിലെ തൊഴിലാളികൾ ഒരു മുഖ്യമന്ത്രി പിരിച്ചുവിട്ടു. ഏത് മുഖ്യമന്ത്രി എന്ന് തലമുണ്ടാക്കണ്ട, അതല്ല വിഷയം. ഏത് മുഖ്യമന്ത്രിയും ആ ഒരു സാഹചര്യത്തിലുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതെല്ലാ മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ കണക്കാണ്. ഏറ്റവും കൂടുതൽ കേരള ചരിത്രത്തിൽ വിരുന്നിന് പണം ചെലവാക്കിയത് ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിയാകട്ടെ പാവപ്പെട്ടവന്റെ പ്രതീകമായി പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി, ഞാനൊരു രാഷ്ട്രീയം പറഞ്ഞാന്ന് വിചാരിക്കരുത്, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഏത് മുഖ്യമന്ത്രിയും കണക്കാണ് ഈ വിഷയത്തിലൊക്കെ. പിന്നെന്താ ഉണ്ടായത്? ഏതൊക്കെ എവിടെ കൈയിട്ട് വാരാനും ഒരു മടിയുമില്ല, ഒന്നുമില്ല. എന്ത് കുഴ വാങ്ങാനും കുഴ സ്വീകരിക്കാനും ഒന്നിനും മടിയില്ല, ഒന്നിനുമില്ല. ഏത് കാര്യവും ഏറ്റവും ഒരു വിഭാഗത്തിൻ്റെ ഒരു ഭരണകൂടത്തിൻ്റെ മേൽ കൈയിടുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ഏത് കാര്യവും നടക്കുന്നത് ആ ഖജനാവിലെ പണം കൊണ്ടായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ചില പാർട്ടികൾക്ക് ഭരണം കിട്ടിയാൽ ആ പാർട്ടി അതോടുകൂടെ ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന പാർട്ടിയാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും സമ്പത്തുള്ള പാർട്ടി എന്നും ഗൗരവമായി നാം ഇത്തരുണത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഒന്നും ഉണ്ടായിട്ട് പറയല്ല, ഒരു പരിശോധന, ഒരു പഠനക്കാരൻ, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പറയുകയാണ്. എന്നെ എപ്പോഴും ചിന്തിപ്പിച്ച് ചിരിപ്പിച്ച ഒരു പരസ്യമുണ്ട്. ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ചെറുപ്പയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് തിരിയുന്ന ആ റോഡിൻ്റെ അവിടെ
ഒരു 1.5 കൊല്ലം മുമ്പ് ഒരു പരസ്യ ബോർഡ് ഉണ്ടായിരുന്നു, ദേശാഭിമാനിയുടെ പരസ്യമുണ്ടായിരുന്നു. അവിടെ നേരെ അറിയാൻ നേരത്തെ അറിയാൻ ദേശാഭിമാനി, അങ്ങനെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ഈ പരസ്യം എന്നെ വളരെ ചിന്തിപ്പിച്ച് ചിരിപ്പിച്ച് ഒന്നും ഉണ്ടായിട്ട് പറയല്ല. ഞാനൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ രാജാവിന് തുണിയില്ല എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പോലെ പറയാണ്, ഇതിലൊന്നും കലർന്നിട്ടില്ല. അതെന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു പരസ്യമാണ്. ആ ചെറുപ്പയിൽ ഉണ്ടായിരുന്ന അവിടെ ഒരു പരസ്യം. ഒരു ദിവസം അവിടെ പുതിയ ഒരു പരസ്യ ബോർഡ് കണ്ടു, അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ നേരെ അറിയാൻ നേരത്തെ അറിയാൻ ദേശാഭിമാനി, ഇങ്ങനെയായിരുന്നു പരസ്യം. അതിനിപ്പുറത്ത് പിന്നെ പുതിയൊരു പരസ്യം വന്നു, നേരെ അറിയാൻ 1 കോടി, നേരത്തെ അറിയാൻ 2 കോടി, ബാക്കി അറിയാൻ എത്ര കോടി. ഞാൻ ഒരു 3-4 കൊല്ലത്തിനിടയിൽ കണ്ട ഏറ്റവും പരിതുള്ള പരസ്യം അതായിരിക്കും. അത് വളരെ ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ ചിന്തിക്കണം. ദേശാഭിമാനി എന്ന പത്രം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി സർക്കാരിൻ്റെ കണ്ണ് വെട്ടിച്ച് 2 കോടി കോഴ വാങ്ങിയ ഒരു വിവാദം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ല. ഞാനൊരു കാര്യത്തെ അതിൻ്റെ യാഥാർത്ഥ്യത്തോടെ നോക്കിക്കാണാം. ഞാൻ എന്താ പ്രത്യേകമായി എടുത്തു പറയാവുന്ന അത് അവർ കേരളത്തെ ഭരിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞതാണ്. എല്ലാവരും ഈ വിഷയത്തിൽ കണക്കാണ്. ലാ അമത ലാ വിമത, എല്ലാവരും ഈ വിഷയത്തിൽ കണക്കാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? സത്യത്തിൽ വളരെ വലിയ ഈ മഹിതമായ സന്ദേശങ്ങളിൽ നിന്ന് നമ്മളൊക്കെ പുറകോട്ട് പോയത് വലിയ തകർച്ചയ്ക്ക് കാരണമായി മാനുഷികത്വം എന്ന കാര്യം തീരെ നാട്ടിലില്ലാതെയായി മാറിയിട്ടുണ്ട്. വളരെ വലിയ ഒരു സംഗതിയാണ്. എല്ലാവർക്കും ആരൊക്കെ നാട്ടിൽ പിന്നെ കയ്യിട്ട് വാരാനും കുടികാൽ വെട്ടാനും ആക്രമിക്കാനും ആർക്കൊക്കെ കഴിയുമോ അവരൊക്കെ ഭരണാധികാരിയായി. നീതി അവിടെ ഉണ്ടായില്ലായി. സത്യത്തിൽ ഭരണാധികാരി എന്നത് ഇന്നത്തെ ഭരണാധികാരിയുടെ ടച്ച് എത്രയും ചൂഷണമോ എത്രയോ അക്രമോ ആർക്കൊക്കെ കഴിയോ അവരെല്ലാവരും അങ്ങനെയായി മാറി എന്നതാണ്. ഇതാണ് ഇതിന് അടിസ്ഥാനപ്പെട്ട കാരണം. ഇതാണ് വളരെ ചിന്തിക്കേണ്ട കാരണം. ഒരിക്കൽ CH ഉമർ കോയ സാഹിബിൻ്റെ മീശ ഒരു ഭാഗത്ത് കൂടുതൽ ഇങ്ങനെ വടിച്ചു പോയപ്പോൾ പത്രക്കാർ ചോദിച്ചത്രേ, നിങ്ങളെ മീശൻ്റെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയത്. അപ്പോൾ പറഞ്ഞു, ബാർബർമാരൊക്കെ പത്രപ്രവർത്തകന്മാരായി മാറിയത് കൊണ്ട് ഞാൻ ഒറ്റക്ക് മീശ പഠിച്ചതാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു. ഒരു വാക്കുണ്ട്. എന്നതുപോലെ സത്യത്തിൽ നാട്ടിലെ അക്രമികളും അരാജകവാദികളും മുഴുവനും ഭരണാധികാരികളായി. ചൂഷകന്മാരാരുണ്ടോ അവരൊക്കെ ഭരണാധികാരികളായി. ഇതാണ് ഇന്ന് സത്യത്തിൽ ലോകത്തിൻ്റെ ചിത്രം. ഇതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിഷയം നമ്മൾ അടിസ്ഥാനപരമായി അവതരിപ്പിക്കുക. ആരതിവിടെ ചിന്തിക്കണം? മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഭരിക്കുന്ന ഭരണാധികാരി മഹാനായ സയ്യിദ്ന ഉമർ. കിസ്റയുടെയും കൈസറിന്റെയും കൊട്ടാരവളപ്പുകൾ നമ്മൾ പിടിച്ചടക്കിയപ്പോൾ കരഞ്ഞു ഈ ഭരണാധികാരി. കിസ്റയുടെയും കൈസറിന്റെയും കൊട്ടാരവളപ്പുകൾ കോടാന കോടി സമ്പത്തിന്റെ വലിയ വലിയ അഷ്കരങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞു സയ്യിദ്ന ഉമർ. ആളുകൾ ചോദിച്ചു, കിസ്റയുടെയും കൈസറിന്റെയും ഒക്കെ പണക്കുംഭാരം നമുക്ക് കിട്ടിയ ദിവസം നമ്മൾ കരയണോ? ചിരിക്കല്ലേ വേണ്ടത്? വിഷയമുള്ള ഗൗരവമുള്ള വിഷയ. കിസ്റയുടെയും കൈസറിന്റെയും കൊട്ടാര വളപ്പുകൾ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കി. കോടാന കോടി സ്വർണ്ണ നാണയങ്ങളും ശേഖരങ്ങളും മുസ്ലിമീങ്ങൾക്ക് കിട്ടി. ഈ വിവരം